ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ആൾക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ. സാധാരണ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് രാവിലെ എനിക്ക് ഇത്ര പണി ഉണ്ടാവലില്ല. അപ്പോൾ ഇന്നിപ്പം ഫ്രഷ് ആയിട്ടൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഏട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഏട്ടനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് പിന്നെ ഏട്ടൻ ഫ്രഷ് ആവാൻ പോയി. ഞാൻ അപ്പോഴേക്കും ഇടിയപ്പവും കറിയൊക്കെ ആക്കി മഷ്റൂം മസാലയാണ് ഏട്ടൻ ഉണ്ടാക്കിയത്. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഏട്ടൻ ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടിട്ട് ദാ ഏട്ടൻ പോവാണ് കേട്ടോ. ഇനി വൈകുന്നേരം ആവും വരാൻ. അപ്പോൾ അല്ലുകൂട്ടൻ എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം 6:30 ആവുന്നേ ഉള്ളൂ. 6:30 ആകുമ്പോൾ ഏട്ടൻ പോവേ. അപ്പോൾ ഇനി ഇത് ഏട്ടനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞാനും പോയി കിടന്നുറങ്ങും. പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ എണീക്കുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഒന്ന് പോകാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ദാ ഏട്ടൻ പോയി. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഈവനിങ് ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താ ബിരിയാണീൻ്റെ പരിപാടികളിലൊക്കെ തുടങ്ങി. ഇതിൻ്റെ റെസിപ്പി ഇടുന്നില്ല. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാം. ഞാനിത് ചിക്കൻ പൊരിച്ചിട്ട് ആണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന, ദം ബിരിയാണി. അപ്പോൾ ലാസ്റ്റ് ഇതായി ഒരു ദം ലെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മസാലയിൽ കുറച്ച് പാലോ കോക്കനട്ട് മിൽക്കോ ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി റെഡിയായി. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാലട ഇൻസ്റ്റൻ്റാണ്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി, പപ്പടം പൊരിച്ചു, പായസം, പിന്നെ സാലഡ്, ഇതൊക്കെ ഉണ്ടാക്കിയേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒക്കെ സെറ്റായിട്ടോ. ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് അരി ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന അരിയാണ്. ഈ അരി എന്ന് പറയുമ്പോൾ ബസ്മതിക്ക് എത്തിയിട്ടുമില്ല, കൈമേന്ന് പോരുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഉരുണ്ട അരിയായിരുന്നു കേട്ടോ. എന്നാലും റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഏട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റ് നേരത്തെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇതാ വൈകുന്നേരം ഏട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ആ ഷവർമ കഴിച്ചതുകൊണ്ട് എനിക്കത് വയറിന് തീരെ പറ്റിയില്ല. അങ്ങനെ എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാര്യമായിട്ടൊന്നും. അലിക്കുട്ടനും ഏട്ടനും ഒക്കെ അതാ കഴിച്ചു, പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കേക്ക് വാങ്ങാൻ പോകാമെന്ന്. അപ്പോൾ ഒരു നടത്തം ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നെസ്റ്റോക്ക് പോയി ഒരു കേക്കൊക്കെ മേടിച്ച് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്തു, കഴിച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ബർത്ത്ഡേ ഡേയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അലിക്കുട്ടന് കേക്കിൻ്റെ മുകളിലുള്ള ആ ഫ്രൂട്ട്സിലും പിന്നെ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ചോക്ലേറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ കണ്ണ്. ഇത് കഴിഞ്ഞിട്ട് അത് മൊത്തം കഴിച്ചിട്ടാണ് അവൻ കിടന്നിറങ്ങിയത്.